ഇനി വിദ്യാധരന്മാരുടെ ഊഴമാണ്. വിദ്യാധരാ ഊചുഹു. വിദ്യാധരന്മാർ പറഞ്ഞു, അങ്ങയെ സേവിച്ച് പരമപുരുഷാർത്ഥമായ കൈവല്യം പ്രാപിക്കുവാൻ സഹായകമായിട്ടുള്ള ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അവിടുത്തെ മായാശക്തിയാൽ സമ്മോഹിതരായ ആളുകൾ തങ്ങളുടെ മഹത്തായ മർത്യജന്മം പാഴാക്കി കളയുന്നു. മായാമോഹത്തിനടിപ്പെട്ട മനുഷ്യൻ സ്വശരീരത്തെ ഞാൻ എന്നും കളത്രപുത്രാദികളുടെ ശരീരത്തെ എൻ്റേതെന്നും അഭിമാനിക്കുന്നു. എന്നാൽ തൻ്റേതെന്ന് അഭിമാനിക്കുന്ന ദുർബുദ്ധികളായ കളത്രമിത്രപുത്രാദികൾ കാരണമായും ദേഹാഭിമാനം കാരണമായും പലപ്പോഴും അധിക്ഷേപവും അവമാനവും സഹിക്കേണ്ടതായി വരുന്നു. എങ്കിൽ പോലും ദുഷിച്ച വിഷയസുഖങ്ങളിൽ ആസക്തനായി വീണ്ടും വീണ്ടും ദുർവൃത്തികളിൽ തന്നെ തുടരുന്നു. ഏതൊരുവരാണോ അങ്ങയുടെ കഥാമൃതത്തെ മതിവരുവോളം നുകർന്ന് അങ്ങയിൽ പരാനുരാഗമുള്ളവരായി ഭവിക്കുന്നത് അവർ മോഹമുക്തരായി പരമപദവിയെ പ്രാപിക്കുന്നു. വിദ്യാധരന്മാർ മറ്റൊരു ഈ ഓരോരുത്തർ സ്തുതിക്കുമ്പോഴും നമുക്ക് പരമമായതിനെ കുറിച്ചിട്ടുള്ള ഓരോ കാഴ്ചപ്പാടുകൾ നൽകുകയാണ് ചെയ്യുന്നത്. സ്തുതിയിലൂടെ അവരുടെ കണ്ടെത്തലുകളെ അവർ പ്രതിപാദിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ വിദ്യാധരന്മാർ, വിദ്യയെ ധരിച്ചിരിക്കുന്നവർ, വിദ്യ അവയർനെസ് ആണ്. അപ്പം അവയർനെസ് ഹോൾഡേഴ്സ് ആണ് ഇവർ, വിദ്യാധരന്മാർ. അവര് പറഞ്ഞു, അങ്ങയെ സേവിച്ച് പരമപുരുഷാർത്ഥമായ കൈവല്യം പ്രാപിക്കുവാൻ സഹായകമായിട്ടുള്ള ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അവിടുത്തെ മായാശക്തിയാൽ സമ്മോഹിതരായ ആളുകൾ തങ്ങളുടെ മഹത്തായ മർത്യജന്മം പാഴാക്കിക്കളയുന്നു. എല്ലാ ജന്മങ്ങളിലും വളരെ വിശേഷമായ ജന്മമാണ് മനുഷ്യൻ്റെ ജന്മം. അത് മനുഷ്യരായതുകൊണ്ട് പറയുന്നത് മാത്രമല്ല, അത് ചുറ്റുപാടുകളുമുള്ള ജീവികളെ ഒന്ന് നോക്കിയാൽ, നമ്മൾ അവരുടെ തലച്ചോറ് ഒന്ന് എടുത്ത് നോക്കിയാൽ അവരുടെ തലച്ചോറിന് അവരുടെ സ്പീഷീസിനെ സംരക്ഷിക്കുക, അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഉള്ളത്. സെൽഫ് സർവൈവലും അവരുടെ സ്പീഷീസിൻ്റെ സർവൈവലുമാണ്. അതായത് സ്വരക്ഷയും പ്രത്യുൽപാദനവുമാണ് ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ കൊണ്ട് അത്രയുമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ സാധാരണ രീതിയിൽ. അതുകൊണ്ട് മൃഗങ്ങളുടെയൊക്കെ ബ്രെയിനുകൾക്ക് അത്രയേ പ്രസക്തിയുള്ളൂ. അവർ സ്വരക്ഷയ്ക്കും പിന്നെ പ്രത്യുൽപാദനത്തിനും അവരെ പ്രാപ്തമാക്കുന്നതാണ് അവരുടെ തലച്ചോറ്. അത് മാത്രമാണ് ഈ ജീവജാലങ്ങളുടെ ഉദ്ദേശം എന്നാണ് ഡാർവിനും ഒക്കെ പറയണത്. സെൽഫ് സർവൈവലും എന്താ പറയുക, പ്രൊക്രിയേഷനും രണ്ടും സർവൈവൽ തന്നെയാണ്. വ്യക്തിപരമായ സർവൈവലും സ്പീഷീസിൻ്റെ സർവൈവലും. അങ്ങനെ സർവൈവൽ, അത് കയ്യൂക്കുള്ളവൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പം ഓരോരുത്തരും ഓരോ സ്പീഷീസും മാറി മാറി വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ശരീരത്തെയും ബുദ്ധിയെയും സജ്ജമാക്കിക്കൊണ്ടിരിക്കും. അതുമാത്രമായിരുന്നു പ്രകൃതി ജീവജാലങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ മനുഷ്യന് ഇത്രയും വലിയൊരു തലച്ചോറുണ്ടാകേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. മനുഷ്യരുടെ തലച്ചോറിൻ്റെ പ്രത്യേകത അതിൻ്റെ കോർട്ടക്സ് ആണ്. ഈ കോർട്ടക്സ് എന്തിനാണ് ഉരുത്തിരിഞ്ഞ് വന്നത്? അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും സർവൈവ് ചെയ്യാനും പ്രത്യുൽപാദനം ചെയ്യാനും ആണ് ഓരോ സ്പീഷീസിനെ കൊണ്ടും ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തിനാ സർവൈവ് ചെയ്യുന്നത്? പ്രൊക്രിയേറ്റ് ചെയ്യാൻ, പ്രത്യുൽപാദിപ്പിക്കാൻ. അതിനാണ് സർവൈവ് ചെയ്യുന്നത്. പ്രത്യുൽപാദനം കഴിഞ്ഞാൽ പിന്നെ ആ സ്പീഷീസ് സർവൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എട്ടുകാലി പ്രൊക്രിയേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഇണയെ ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ പ്രൊക്രിയേഷന് വേണ്ടിയിട്ടാണ്, സ്പീഷീസിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വ്യക്തിയുടെ നിലനിൽപ്പ്
ആ സ്പീഷീസിന്റെ നിലനിൽപ്പ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്പീഷീസിന്റെ ആ വ്യക്തി ആ ജീവന്റെ ആവശ്യമില്ല, അതില്ലാതെയാകും. അതുകൊണ്ട് ഒരു മനുഷ്യന് 16 വയസ്സ് മുതൽ ഏകദേശം 30 വയസ്സ് വരെ മറ്റുമാണ് അവരുടെ കണക്ക്. അത് കൃത്യമായിരിക്കില്ല, വയസ്സ് കൃത്യമായിരിക്കില്ല. ഒരു കാലഘട്ടമാണ് അവരുടെ മാക്സിമം പ്രൊക്രിയേഷൻ എബിലിറ്റി ഉള്ളത്, പ്രത്യുൽപാദന ശേഷിയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡിറ്റീരിയറേഷനാണ്. സ്പീഷീസ് നമ്മുടെ അവയവങ്ങൾ ഡിറ്റീരിയറേറ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ പിന്നെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ താഴോട്ടുള്ള വരവാണ്. അതുവരെ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്, വളർച്ചയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പതുക്കെ നമ്മൾ താഴോട്ട് വരികയാണ്. അപ്പം സർവൈവ് ചെയ്ത് പ്രൊക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ് സ്പീഷീസിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ മനുഷ്യന് ഈ കോർട്ടെക്സ്, വിശേഷാൽ ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്തിനാണ് ഉരുത്തിരിഞ്ഞ് വന്നത്? അപ്പം അതുകൊണ്ട് മനുഷ്യനെ കൊണ്ട് വെറും സർവൈവലും പ്രൊക്രിയേഷനും മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നിലനിൽപ്പും പ്രത്യുൽപാദനവും മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പ്രകൃതി മനുഷ്യനിൽ ഈ ഫാക്കൽറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം മനുഷ്യജന്മത്തിന് നിലനിന്ന് പ്രത്യുൽപാദിപ്പിക്കുക എന്നതിനുപരിയായി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അവൻ്റെ തലച്ചോറിൻ്റെ ഘടന തന്നെ വ്യക്തമാക്കുന്നു. നമ്മുടെ മഹാമനീഷിമാരായ മഹർഷിമാർ അഭിപ്രായപ്പെടുന്നത് ആത്മലാഭം മനുഷ്യന് മാത്രമാണുള്ളത് എന്നാണ്. അവരവരെ അറിയുവാൻ സാധിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ്, വേറെ ആർക്കും സാധിക്കുകയില്ല. മനുഷ്യർക്ക് മാത്രമേ അത് സാധിക്കൂ. അപ്പം ആ സാധ്യത എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനവജന്മം. അതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. മനുഷ്യജന്മം അത്യപൂർവമാണ്. നമുക്ക് ഇനി ഇങ്ങനെ ഒരു ജന്മം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പുനർജന്മം ഉണ്ടെങ്കിൽ ആരായിട്ടായിരിക്കും, എന്തായിട്ടായിരിക്കും, എവിടെയായിരിക്കും എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പം മനുഷ്യജന്മം എന്ന് പറയണത് അതീവ ദുർലഭമാണ്, ശ്രേഷ്ഠമാണ്. അതും മനുഷ്യജന്മം കിട്ടിയിട്ട് നമുക്ക് ലീഷർ ടൈം കിട്ടുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സമയവും കൂടി കിട്ടുകയാണെങ്കിൽ അത് അതിലും ദുർലഭമാണ്. മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് തന്നെ അതിദുർലഭം. മനുഷ്യജന്മം കിട്ടിയിട്ട് ലീഷർ ടൈം, സ്പെയർ ടൈം കിട്ടുക എന്നുള്ളത് അതിലും ദുർലഭം. അങ്ങനെ ലീഷർ ടൈം കിട്ടിയിട്ടും മനുഷ്യജന്മം കിട്ടിയിട്ടും എന്തിനു വേണ്ടിയാണോ നാം ഓരോരുത്തരും ഉരുത്തിരിഞ്ഞ് വന്നത് അത് സാധിക്കുവാൻ പ്രയത്നിക്കാതെ പോകുന്നത് ശരിക്കും നമുക്ക് കിട്ടിയ അവസരത്തെ പാഴാക്കി കളയുന്നത് തന്നെയാണ്. അതാണ് വിദ്യാധരന്മാർ ഇവിടെ എടുത്തു പറയുന്നത്. അങ്ങയെ സേവിച്ച് പരമപുരുഷാർത്ഥമായ കൈവല്യം ഈ മനുഷ്യന് മാത്രമേ അവൻ്റെ ബോധത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. മറ്റു ജീവികൾക്ക് അവരവരുടെ ബോധത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബോധത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റ് ജീവജാലങ്ങൾക്ക് സാധ്യമല്ല. അപ്പം മനുഷ്യന് മാത്രമേ ഈ അവയർനെസ് എന്ന് പറയുന്ന സാധനം ഉള്ളൂ, സെൽഫ് അവയർനെസ് ഉള്ളൂ. അപ്പം സെൽഫ് അവയർനെസ്സിന് സാധ്യതയുള്ള മനുഷ്യര് വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങയെ സേവിക്കണം. അങ്ങെന്ന് പറയണത് ബോധത്തെ സേവിക്കണം. അങ്ങനെ ബോധത്തെ സേവിച്ചാൽ പരമപുരുഷാർത്ഥമായ ധർമാർത്ഥകാമ മോക്ഷങ്ങളിൽ പരമമായത്, പുരുഷാർത്ഥങ്ങളിൽ പരമമായത് മോക്ഷം, അത് കൈവല്യമാണ്. അതിനെ പ്രാപിക്കാൻ സാധിക്കും. അതെങ്ങനെയാ? അങ്ങയെ സേവിച്ച് മനുഷ്യജന്മം കിട്ടണം, നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പെയർ ടൈം കിട്ടണം, അതും ഇപ്പം നമുക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കില്ലല്ലോ.
ഇത് കേൾക്കാനിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്പെയർ ടൈം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ സ്പെയർ ടൈം ഉണ്ട്. ഇനി അങ്ങേ എങ്ങനെയാ സേവിക്കുക? അങ്ങാരാ? നേരത്തെ പറഞ്ഞു ജ്ഞാനാനന്ദ സ്വരൂപത്തോട് കൂടിയതാണെന്ന്. ബ്ലിസ്ഫുൾ അവയർനെസ് ആണ്. അതിൽ ബ്ലിസ് നമുക്ക് അനുഭവം ആയി തുടങ്ങിയിട്ടില്ല, പക്ഷെ അവയർനെസ് നമുക്കറിയാം, ആ ബോധം നമുക്കറിയാം, നമുക്ക് ബോധമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ബോധം എവിടെയാണ് നിൽക്കുന്നത്? ഈ സേവിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബോധം എവിടെയാണ് നിൽക്കുന്നത്? ഈ വിവിധ വിഷയങ്ങളിലാണ് നമ്മുടെ ബോധം നിൽക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലതരത്തിലുള്ള വിഷയങ്ങളെ ആഹരിച്ച് മനസ്സിന് കൊടുക്കുന്നു. ഇപ്പം മനസ്സ് ഈ വിഷയങ്ങളെ അറിയുകയാണ്. കണ്ണ് കാണുന്നതും, കാത് കേൾക്കുന്നതും, മൂക്ക് മണക്കുന്നതും, നാക്ക് രുചിക്കുന്നതും, ത്വക്ക് സ്പർശിക്കുന്നതും ഒക്കെ മനസ്സ് അറിയുകയാണ്. മനസ്സില്ലെങ്കിൽ ഇത് കണ്ണ് കണ്ടാലും അറിയാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെയൊക്കെ അറിയുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ അറിയുന്ന മനസ്സിനെ ധ്യാനിക്കുക. അവിടെ നമ്മളുടെ അവയർനെസ്സിനെ നിർത്തുക. അങ്ങനെ ആ അവയർനെസ് ഡീപ്പർ ആകുമ്പം ഇപ്പം നമ്മുടെ ധാരണ മനസ്സും ഈ വിഷയങ്ങളും എല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ്. അവയർനെസ് അവിടെ ഷാർപ്പൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സും വേറെ വേറെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഇന്ദ്രിയ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ മനസ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് അറിവ് തരുന്ന ഉപകരണങ്ങൾ. മനസ്സാണ് ആ അറിവിനെ, ഉപകരണങ്ങൾ തരുന്ന അറിവിനെ അറിയുന്നത്. അങ്ങനെ മനസ്സിനെ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ക്രമേണ മനസ്സ് മാത്രമാവും. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഇല്ലാതായി മനസ്സ് മാത്രമാവും. അപ്പം ഈ മനസ്സിനെ അറിയുന്ന ഒരു അഹങ്കാരത്തെ നമുക്ക് പതുക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഞാൻ എന്ന നമ്മുടെ ബോധം മനസ്സു വഴിയാണ് ഈ വിഷയങ്ങളെല്ലാം. മനസ്സപ്പോൾ ഒരു ഉപകരണമാണ്, അഹങ്കാരത്തിൻ്റെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം. ഇതൊക്കെ ധ്യാനം അതിൻ്റെ ആഴത്തിലേക്ക് പോകും തോറും താനേ വെളിപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് പ്രയത്നമൊന്നും വേണ്ട, ധ്യാനിച്ചിരുന്നാൽ മതി. അപ്പം നമ്മുടെ ഇപ്പോഴുള്ള അറിവിനെ ധ്യാനിക്കുക. അപ്പം അത് സൂക്ഷ്മമാകും. അത് സൂക്ഷ്മമാകുമ്പോൾ അത് അഹങ്കാരത്തിലേക്ക് എത്തും. ആ അഹങ്കാരത്തിൽ ധ്യാനിക്കുക. അപ്പം മനസ്സല്ല അഹങ്കാരം എന്ന് മനസ്സിലാകും. അഹങ്കാരത്തിൽ നിൽക്കാൻ സാധിക്കും. അത് സൂക്ഷ്മമാകുമ്പോഴാണ് അഹങ്കാരമാണ് ബുദ്ധിക്ക് മനസ്സിലുള്ള അറിവുകളെ കൊണ്ടു കൊടുക്കുന്നത്. അഹങ്കാരം ഒരു ഉപകരണമാണെന്ന് മനസ്സിലാവും. ആദ്യം ഇന്ദ്രിയങ്ങൾ ഒരു ഉപകരണമാണെന്ന് മനസ്സിലാവും, പിന്നീട് മനസ്സൊരു ഉപകരണമാണെന്ന് മനസ്സിലാകും, പിന്നീട് അഹങ്കാരം ഒരു ഉപകരണമാണ് ബുദ്ധിക്ക് ഈ വിവിധ വിഷയങ്ങളെ കൊണ്ടു കൊടുക്കാൻ എന്ന് മനസ്സിലാകും. അപ്പം ഇത് മനസ്സിലാകുമ്പം എന്ത് പറ്റും? ഇതിൽ നിന്നെല്ലാം വേറിട്ട് വരാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിന്ന് വേറിട്ട് മനസ്സിൻ്റെ തലത്തിൽ നിൽക്കാൻ സാധിക്കും. മനസ്സിൽ നിന്ന് വേറിട്ട് അഹങ്കാരത്തിൻ്റെ തലത്തിൽ നിൽക്കാൻ സാധിക്കും. അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ധ്യാനം സൂക്ഷ്മമാകുമ്പോൾ അഹങ്കാരം ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ അഹങ്കാരത്തെ വേറിട്ട് ബുദ്ധിയുടെ തലത്തിൽ നിൽക്കാൻ സാധിക്കും. ബുദ്ധിയുടെ തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബുദ്ധിയുടെ തലത്തിൽ നിശ്ചലമായിട്ട് നിന്നാൽ അതിൽ പ്രതിബിംബിക്കുന്നതാണ് പരമമായ ബോധം. ആ പരമമായ ബോധത്തെ അറിഞ്ഞ് അവിടെ നിൽക്കാൻ സാധിക്കും. ജീവൻ മുക്തൻ്റെ അവസ്ഥയായി. അത് ദൃഢമാകുമ്പോൾ എന്ത് സംഭവിക്കും? ബുദ്ധി ഇല്ലാതെയാകും. ബുദ്ധി സ്വയം ഇല്ലാതെയാകും. എന്നിട്ട് ബോധം മാത്രമായിട്ട് അവശേഷിക്കും. ആ പരമമായ ബോധം മാത്രമായിട്ട് അവശേഷിക്കുന്ന തലം ആണ് കൈവല്യം. അവിടെ ആ ബോധത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കിയാൽ ബോധമല്ലാതെ വേറെ ഒന്നുമില്ല, കേവലമാണത്. അതിന് അനേകമില്ല. ആ തലത്തെയാണ് കൈവല്യം എന്ന് പറയുന്നത്. മനുഷ്യന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യന് മാത്രമേ ഈ അവയർനെസ് സാധ്യമായിട്ടുള്ളൂ. അപ്പം ആദ്യം ഞാൻ ഒന്നും കൂടി ആ പ്രോസസ്സ് ചുരുക്കി പറയാം. ആദ്യം ഇന്ദ്രിയങ്ങളാണ് ടൂൾസ് ഓഫ് നോളജ്, അറിയുവാനുള്ള ഉപകരണം. ഇന്ദ്രിയങ്ങൾ കൊണ്ടു കൊടുക്കുന്ന അറിവാണ് മനസ്സിനുള്ളത്. അപ്പം ആദ്യം മനസ്സാണ് അറിയുന്ന ആള്. ആ അറിയുന്ന ആളെ മെഡിറ്റേറ്റ് ചെയ്യുക.
കുറച്ച് കാലം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ഡീപ്പൻഡ് ആകുമ്പം എന്ത് സംഭവിക്കും? ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും മനസ്സിൽ നിന്ന് വേറിട്ടുള്ളതാണ് എന്ന് മനസ്സിലാകും. അപ്പം മനസ്സിനെ മാത്രമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ഈ മനസ്സിനെ അറിയുന്ന ഒരു ബോധമുണ്ട്, അത് ഞാനാണ്, എൻ്റെ മനസ്സ് എന്നാണ് പറയുക. അപ്പം ഈ മനസ്സും ഒരു ഉപകരണമാണ്. അഹങ്കാരത്തിന് അഭിമാനിക്കാനുള്ള വിഷയങ്ങളെ കൊണ്ട് കൊടുക്കുന്നത് മനസ്സാണ്. അപ്പം മനസ്സ് വേറെയാണ് എന്ന് അഹങ്കാരത്തിന് മനസ്സിലാവും. ആ അഹങ്കാരത്തിൽ നിലകൊള്ളാൻ സാധിക്കും. പിന്നെയും ധ്യാനം ആഴത്തിലേക്കാകുമ്പം ഈ അഹങ്കാരം വഴിയാണ് ബുദ്ധിക്ക് ഈ പലതരത്തിലുള്ള അറിവുകൾ കിട്ടുന്നത്. അപ്പം അഹങ്കാരം ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അഹങ്കാരത്തിൽ നിന്ന് വേറിട്ട് ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കാൻ സാധിക്കും. ആ ബുദ്ധിയുടെ തലത്തിൽ മാത്രം നിൽക്കുമ്പോഴുള്ള ബോധം, ആ പ്രതിബിംബം, ബോധത്തിൻ്റെ പ്രതിബിംബം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവൻ മുക്താവസ്ഥയാണ്. അങ്ങനെ കുറച്ച് കാലം ഇരുന്ന് കഴിയുമ്പോൾ ആ ബുദ്ധിയും ഡീകൺസ്ട്രക്റ്റഡ് ആകും, അതും ഇല്ലാണ്ടാകും. അതില്ലാണ്ടാകുമ്പോൾ തെളിഞ്ഞ ബോധം മാത്രമായിട്ട് നിൽക്കും, കേവലമായ ബോധം മാത്രമായിട്ട് നിൽക്കും. അതാണ് കൈവല്യം. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്കൊരു നാമം ഇവിടെ ഓർമ്മ വരുന്നത് കൈവല്യ പദദായിനി എന്നാണ്. ഈ കൈവല്യം എന്ന അവസ്ഥയെ തരുന്നവൾ. അപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങയെ സേവിച്ച്, അങ്ങയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്നർത്ഥം. അങ്ങയെ സേവിച്ച് പരമപുരുഷാർത്ഥമായ കൈവല്യം പ്രാപിക്കുവാൻ സഹായകമായിട്ടുള്ള ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും, മനുഷ്യജന്മത്തിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത് മറ്റ് ജന്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത്. ജന്മം കിട്ടിയിട്ടും അവിടുത്തെ മായാശക്തിയാൽ സമ്മോഹിതരായ ആളുകൾ തങ്ങളുടെ മഹത്തായ മർത്യജന്മം പാഴാക്കിക്കളയുന്നു. ഭഗവാന്റെ മായാശക്തിയുടെ പ്രലോഭനം കൊണ്ടാണ് നമുക്ക് പലതിലും ആസക്തി വരുന്നത്. അവനവൻ്റെ ബോധത്തെക്കുറിച്ച് വേറായിട്ട് അതിനെ സേവിച്ചിരിക്കുന്നതിന് പകരം പലതരത്തിലുള്ള വിഷയസേവയ്ക്കു താല്പര്യമുണ്ടാകുന്നത് ഭഗവാന്റെ മായാശക്തിയുടെ പ്രലോഭനം കൊണ്ടാണ്. ഭഗവാന്റെ മായാശക്തി നമ്മളെ പുറത്തേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ അതും ഇതും എല്ലാത്തിൻ്റെയും പുറകെ ഓടി നടന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അവിടുത്തെ മായാശക്തിയാൽ സമ്മോഹിതരായ ആളുകൾ തങ്ങളുടെ മഹത്തായ മർത്യജന്മം പാഴാക്കിക്കളയുന്നു, വേസ്റ്റ് ചെയ്ത് കളയുന്നു. മായാമോഹത്തിനടിപ്പെട്ട മനുഷ്യൻ സ്വശരീരത്തെ ഞാൻ എന്നും, മായാമോഹത്തിനടിപ്പെട്ടവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, അവരുടെ സ്വഭാവം എന്താ, അവർ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. ഈ ശരീരത്തിൽ അവർ അഭിമാനിക്കുന്നു. അവർക്ക് ശരിക്കുമുള്ള ബോധത്തെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്കതിനെ വേറിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവർ ശരീരാഭിമാനികളായി തീരുന്നു. ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുന്നു. കളത്രപുത്രാദികളുടെ ശരീരത്തെ എൻ്റേതെന്നും അഭിമാനിക്കുന്നു. എൻ്റേതെന്നും ഞാൻ, ബാക്കിയുള്ളവരെ എൻ്റെ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുന്നു. ബാക്കിയുള്ളവരിൽ ചിലർ എൻ്റേതാണ്, ചിലർ എൻ്റെ ശത്രുക്കളാണ്. അപ്പോഴും എൻ്റേത് തന്നെയാണ്. എൻ്റെ ശത്രുക്കളും എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റേത് തന്നെയാണ്. അപ്പൊ കളത്രപുത്രാദികളുടെ ശരീരത്തെ എൻ്റേതെന്നും അഭിമാനിക്കുന്നു. എന്നാൽ തൻ്റേതെന്ന് അഭിമാനിക്കുന്ന ദുർബുദ്ധികളായ കളത്രമിത്രപുത്രാദികൾ കാരണമായും ദേഹാഭിമാനം കാരണമായും പലപ്പോഴും അധിക്ഷേപവും അപമാനവും സഹിക്കേണ്ടതായി വരുന്നു. തൻ്റേതെന്ന് കരുതുന്നവരുടെ പ്രവർത്തികൾ, അവരുടെ ബുദ്ധിയും ഇതേപോലെ മായാമോഹിതമാണ്. അതുകൊണ്ടാണ് ദുർബുദ്ധികളായത് എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ പ്രവർത്തികൾ കാരണം എനിക്കെന്ത് സംഭവിക്കുന്നു? ഞാൻ പലപ്പോഴും അധിക്ഷേപിക്കപ്പെട്ടവനും അവമാനിക്കപ്പെട്ടവനുമായി തീരുന്നു. എൻ്റേതെന്ന് ഞാൻ അഭിമാനിക്കുന്നത് വഴി എനിക്ക് ദുഃഖം ഉണ്ടാകുന്നു. എങ്കിൽ പോലും അതേപോലെ തന്നെ എൻ്റെ ശരീരത്തെയാണ് ഞാൻ എന്ന് ഞാൻ കരുതുന്നത്. അപ്പം അതിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നെ അസ്വസ്ഥമാക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എൻ്റേതെന്ന് ഞാൻ കരുതുന്ന കളത്ര പുത്രാദികളുടെ ബുദ്ധിമുട്ടുകളും എൻ്റേതായിത്തീരുന്നു. അവർ കാരണം ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകളിൽ ചെന്നുപെടുന്നു. എൻ്റെ ശരീരം കാരണം ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകളിൽ ചെന്നുപെടുന്നു. അപ്പോൾ എൻ്റേതെന്ന് അല്പമായതിൽ അഭിമാനിക്കുന്നിടത്തോളം കാലം എനിക്ക് ബുദ്ധിമുട്ടുകൾ നിരന്തരം ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിൽ പോലും
ദുഷിച്ച വിഷയസുഖങ്ങളിൽ ആസക്തരായി വീണ്ടും വീണ്ടും ദുർവൃത്തികൾ തന്നെ തുടരുന്നു. എന്നാൽ ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് ഞാൻ ഒരു അല്പനേരം മാറിയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതു മാത്രമാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്താ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം? ഞാൻ ഈ ശരീരമായിട്ടും എൻ്റെ ചുറ്റുപാടുകളിൽ ഉള്ളവരുമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞാൽ പോലും, ഈ മിസ് ഐഡൻറ്റിഫിക്കേഷൻ തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ സാധിക്കുന്നില്ല. എന്നിട്ട് എന്ത് പറ്റുന്നു? ഇതാണ് ശരി, അത് ശരിയാക്കാൻ പറ്റും, ഇത് നാളെ ശരിയാക്കാൻ പറ്റും, ഇത് മറ്റന്നാൾ ശരിയാക്കാൻ പറ്റും, കുറച്ച് മരുന്നുകൾ കഴിച്ചാൽ എൻ്റെ രോഗം മാറും, ഒന്ന് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ തീരും. അങ്ങനെ വ്യാമോഹിതരായി വീണ്ടും വീണ്ടും ഈ വിഷയസുഖങ്ങളിൽ ആസക്തരായി തീരുന്നു. ഏതൊരുവരാണോ അങ്ങയുടെ കഥാമൃതത്തെ മതിവരുവോളം നുകർന്ന് അങ്ങയിൽ പരാനുരാഗമുള്ളവരായി ഭവിക്കുന്നത്, അവർ മോഹവിമുക്തരായി പരമപദവിയെ പ്രാപിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ അല്പമായതിൻ്റെ പുറകെ ഓടി തളർന്ന് വലഞ്ഞിരിക്കുന്ന സമയത്താണ് ആകസ്മികമായിട്ട് ഭഗവാന്റെ കഥാമൃതം ശ്രവിക്കുവാനിടയാകുന്നത്. ആ കഥാമൃതം മണലാരണ്യത്തിൽ പെയ്യുന്ന മഴ പോലെ നമുക്ക് ഒരു കുളിർമ പകരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആ ഭഗവാന്റെ കഥ കേൾക്കാൻ തൽപരരാകും. അപ്പം ഭഗവാന്റെ കഥ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാര്യങ്ങളെ സംക്ഷിപ്തമായിട്ട് ആസ്വാദ്യകരമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. മഹത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ആസ്വാദ്യകരങ്ങളായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ കഥകൾ. അപ്പോൾ പതുക്കെ പതുക്കെ കഥകളുടെ പൊരുള് നമുക്ക് വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ പരമമായതിനോട് എല്ലാത്തിലും ഉപരിയായിട്ടുള്ള ഒരു അനുരാഗം, ഇഷ്ടം, പ്രേമം ഉണ്ടാകും. ആ പ്രേമം, ആ ഇഷ്ടം, പലതിനോടുമുള്ള ഇഷ്ടം നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്പമായതിനോടുള്ള ഇഷ്ടം നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖക്കടലിൽ വീണ്ടും വീണ്ടും മുക്കി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, അനൽപമായതിനോട് ഉള്ള ഇഷ്ടം നമ്മളെ മോഹവിമുക്തരാക്കും. അവർ മോഹവിമുക്തരായി പരമപദവിയെ പ്രാപിക്കുന്നു.